ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും നമസ്കാരം. ഓണം ഐതിഹ്യം. ദേവന്മാരെ പോലും അസൂയപ്പെടുത്തിയ മഹാബലി ചക്രവർത്തിയുടെ ഓർമ്മ ദിവസമാണ് ഓണം. മഹാബലിയുടെ ഭരണകാലത്ത് മനുഷ്യരെല്ലാം ഒരുപോലെയായിരുന്നു. കള്ളവും ചതിയുമില്ലാതെ സമൃദ്ധിയുടെ കാലം. എല്ലായിടത്തും ജയിച്ചവനായിരുന്ന മഹാബലിയുടെ ഗർവ് മാറ്റുന്നതിന് വാമനൻ എന്ന ബ്രാഹ്മണ ബാലനായി മഹാവിഷ്ണു അവതരിച്ചു. മഹാബലി യാഗം ചെയ്യവേ വാമനനായി വേഷം ധരിച്ചെത്തിയ മഹാവിഷ്ണു 3 അടി മണ്ണ് ആവശ്യപ്പെട്ടു. മഹാബലി 3 അടി മണ്ണ് അളന്നെടുക്കാൻ വാമനന് അനുവാദം നൽകി. ആകാശം മുട്ടെ വളർന്ന വാമനൻ തൻ്റെ കാൽപാദം അളവുകോലാക്കി. തൽക്ഷണം പ്രപഞ്ചത്തോളം വലിയ ആകാരം കൈക്കൊണ്ടു വാമനൻ 2 അടി കൊണ്ട് ഭൂമിയും ആകാശവും അളന്ന ശേഷം 3ാമത്തേത് എവിടെയെന്ന ചോദ്യത്തിന് സത്യവാനായ മഹാബലി ചക്രവർത്തി സ്വന്തം ശിരസ് കുനിച്ചുകൊടുത്തു. വാമനൻ ആ ശിരസിൽ ചവിട്ടി മഹാബലിയെ പാതാളത്തിലേക്ക് അയച്ചു. തൻ്റെ പ്രിയ ജനതയെ ആണ്ടിലൊരിക്കൽ വന്ന് കണ്ടുകൊള്ളാൻ മഹാബലിക്ക് വാമനൻ നൽകിയ അവസരമാണ് തിരുവോണമായി കേരളീയർ ഓണം ആഘോഷിക്കുന്നത്.